ഹലോ, അപ്പോൾ നമ്മൾ മുരുടേശ്വരിൽ നിന്ന് നേരെ പോയത് ഹൊന്നാവറിലേക്കാണ്. ഹൊന്നാവറിൽ നമ്മൾ ശരാവതി ബാക്ക് വാട്ടേഴ്സിൽ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ടിങ് ഭയങ്കര ഫേമസ് ആണ് അവിടെ. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ട്സ് ഉണ്ടാവും, സ്പീഡ് ബോട്ട്സ്. അതിൽ നമ്മൾ അവരൊരു 1 hour അല്ലെങ്കിൽ ½ hour നമ്മളെ കയറ്റിയിട്ട് അവരെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കി തരും. അപ്പോൾ അത് അവർ ചാർജ് ചെയ്യുന്ന ഏകദേശം 3000 ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1½ hour ആണെങ്കിൽ 1500 to 2000 റേഞ്ച് വരും. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി, അതിന് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ നല്ല സ്പീഡിലാണ് പോകുന്നുണ്ടാവുക. പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ അടുത്തെത്താറാകുമ്പോൾ അവർ ബോട്ട് സ്ലോ ഡൗൺ ചെയ്യും, കാരണം അതത്ര ഡെപ്ത് ഇല്ല. നമുക്ക് ഫിഷസിനൊക്കെ നല്ലപോലെ കാണാൻ പറ്റും, ഫ്രഷ് വാട്ടർ ഫിഷസിന്, കുഞ്ഞു കുഞ്ഞു ഫിഷസിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ റിട്ടേൺ നമ്മൾ ½ hour കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ നമ്മൾ അതേ സ്ഥലത്ത് തന്നെ അവർ കൊണ്ടാക്കി തരും. നല്ലൊരു എക്സ്പീരിയൻസാണ് അങ്ങനത്തെ കുഞ്ഞു ബോട്ട് റൈഡിൽ പോണത്. നമുക്ക് വെള്ളത്തിലൊക്കെ അങ്ങനെ കൈയിട്ടൊക്കെ കളിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് അവരൊരു വുഡൻ്റെ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ആ വുഡൻ്റെ ബ്രിഡ്ജ് അതിൻ്റെ ഇടയിലൊക്കെ സ്പേസസ് ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു സ്പേസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഫോണൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർഫുള്ളായിരിക്കണം. കാരണം ഫോൺ വൺസ് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. കാരണം അടിയിൽ ഫുള്ള് മാംഗ്രൂവ്സ് അറിയാമല്ലോ, ഇങ്ങനെ ചളിയിൽ ഇങ്ങനെ പൂണ്ട് നിൽക്കുമായിരിക്കും. അതിൻ്റെ വേര് മാത്രം പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചളിയിലേക്ക് ഇത് ഫുള്ള് പൂണ്ട് പോകും, പിന്നെ കിട്ടില്ല. അപ്പോൾ മൊബൈൽ കൊണ്ട് പോണവരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ യൂസ് ട്രൈപോഡ് വെച്ചിട്ട് പോണതാവും നല്ലത്. പിന്നെ നല്ല ഭംഗിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് എക്കോ ബീച്ചിലേക്കാണ്. അവിടെ കുറച്ച് നേരം അവിടെ ഒരു പാർക്കുണ്ട്, എക്കോ പാർക്കുണ്ട്. അവിടെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ബീച്ചിൽ പോയി. ഞാൻ കുറേ നേരം ബീച്ചിൽ കളിച്ചു, പിന്നെ കുറേ നേരം സ്വിം ചെയ്തു, നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.